ശ്യാം ദേവരാജ്, ഇക്കാര്യത്തിൽ ഈ കേസ് എടുത്തപ്പോൾ വലിയ രീതിയിൽ അത് ബ്രേക്കിംഗ് ന്യൂസും ചർച്ചയും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ ഒരിടത്തും അനക്കമില്ല. മുൻകൂർ ജാമ്യത്തോടൊപ്പം കോടതി നടത്തിയ വിമർശനങ്ങൾ പ്രധാനപ്പെട്ട ലീഗൽ റിപ്പോർട്ടർമാരൊന്നും ശ്യാം ദേവരാജ് ഒഴികെ ആരും പറഞ്ഞു കേൾക്കുന്നില്ല, കാണുന്നില്ല. അങ്ങനെ തന്നെയാണ്. കാരണം ഇത് കേസ് എടുക്കാൻ അതല്ലെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോഴടക്കം കാണിക്കുന്ന ആവേശം പിന്നീട് അതിൻ്റെ ഒരു കോടതിയുടെ നടപടിക്രമങ്ങളിലും കാണുന്നില്ല എന്നതാണ് സുജയ പാർവതി സൂചിപ്പിച്ചത്. അത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നതും. കാരണം ആ രീതിയിൽ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ നിന്ന് അതിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാർത്തകൾ വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഈ രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി ഒരു കൂട്ടം മാധ്യമങ്ങൾ ഈ രീതിയിൽ നിൽക്കുകയും അതിൻ്റെ വസ്തുതയിലേക്ക് കടക്കുമ്പോൾ അവരാരും ഇതിൻ്റെ ഭാഗം കേൾക്കുന്നില്ല എന്നതാണ് ആ രീതിയിലുള്ള യാഥാർത്ഥ്യവും എന്നതാണ്. കോടതി പോലും ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ പരാതി വരുമ്പോൾ കോടതി ഒന്നാമതായി ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ പെൺകുട്ടിക്കോ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കോ പരാതിയുണ്ടോ, ഇങ്ങനൊരു ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന പരാതിയുണ്ടോ? ഇല്ല എന്ന് അഭിഭാഷകർ പറയുന്നു. തുടർന്നാണ് സർക്കാരിന് എന്തിനാണ് ഇതിൽ ഇത്ര ആവേശം, പരാതി എന്ന കാര്യം ചോദിക്കുന്നത്. ആർക്കുമില്ലാത്ത പരാതി സർക്കാരിന് എന്തിനാണ് ഹൈക്കോടതി സർക്കാരിൻ്റെ അഭിഭാഷകനോട് ചോദിക്കുന്നത്, സർക്കാരിനോട് ചോദിക്കുന്നത്, പോലീസിനോട് ചോദിക്കുന്നത്? മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്തത് എന്തിന് എന്ന കാര്യമാണ്. അത് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ വസ്തുതാപരമാണ് എങ്കിൽ അക്കാര്യത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് വസ്തുതാപരമല്ലാത്ത കാര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത്തരം ഒരു സമ്മർദ്ദം വരുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു കേസെടുത്താൽ അങ്ങനെയല്ല പോലീസ് കേസെടുക്കേണ്ടത്, സർക്കാർ കേസെടുക്കേണ്ടത്, സർക്കാർ പരാതി നൽകേണ്ടത് എന്നാണ് ഹൈക്കോടതി തന്നെ ഈ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങളിലൂടെ വ്യക്തമാക്കുന്നതെന്ന് നമുക്ക് ആ കോടതി നടപടികൾ ശ്രമിക്കുമ്പോൾ മനസ്സിലാകും. സുജയ. ശ്യാം ദേവരാജ്, അതായത് സർക്കാർ ഈ കേസ് എടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകുന്ന വേളയിൽ അത് കൃത്യമായ ഒരു പരാതി ലഭിക്കുന്നു, ആ പരാതി കൈമാറുന്നു എന്നതിനപ്പുറം ഇതിന്റെ മെറിറ്റിലേക്ക് കടന്ന് എഫ്ഐആർ ഇടേണ്ടതായ ഒരു കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ടോ എന്ന ഒരു പ്രാഥമിക പരിശോധന ഇതുപോലെ പോക്സോ വകുപ്പുകൾ വരുന്ന ഒരു കേസിൽ എടുത്തിട്ടില്ല. കേവലം പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകൻ, പ്രശസ്തമായ ഒരു മാധ്യമ സ്ഥാപനം, അത് രണ്ടും മറുഭാഗത്തുള്ളപ്പോൾ അത് മറ്റുള്ളവർ ആയുധമാക്കുന്ന തരത്തിൽ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് പോവുകയായിരുന്നില്ലേ? ആർക്കാണ് പരാതി എന്ന കോടതിയുടെ ചോദ്യം അവർക്ക് നേരെ കൂടിയല്ലേ? അങ്ങനെ തന്നെയാണ്. അതായത് സർക്കാരിന് എന്തിനാണ് ഇക്കാര്യത്തിൽ പരാതി എന്ന ചോദ്യവും കൂടി, ആർക്കുമില്ലാത്ത പരാതി സർക്കാരിന് എന്തിനാണ് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ അപ്പുറത്തേക്ക് അപമാനിതരായ ഒരു പെൺകുട്ടിയുണ്ടോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുണ്ടോ, അവർ പരാതി നൽകിയിട്ടുണ്ടോ എന്നതാണ് കോടതി ഒന്നാമതായി ഉന്നയിച്ച ചോദ്യം. അങ്ങനെ ആളുകളില്ല എന്നതാണ് ഈ കേസിലെ വസ്തുത. അതിനിപ്പുറത്താണ് സർക്കാരിന് എന്തിനാണ് ഇക്കാര്യത്തിൽ പരാതി നൽകാൻ, ആർക്കുമില്ലാത്ത പരാതി സർക്കാരിന് എന്തിന് എന്ന കാര്യം ഹൈക്കോടതി പച്ചമലയാളത്തിൽ ചോദിക്കുന്നത്. അതിനുശേഷം മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്തത് എന്തിന് എന്ന് ചോദിക്കുന്നത്. കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റിയെല്ലാം നമ്മൾ വാചാലരാകുന്ന കാലഘട്ടത്തിലാണ് ഈ രീതിയിൽ ഒരു കേസ് പോലീസ് തന്നെ ഒരു മാധ്യമപ്രവർത്തകനെതിരെ രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും വസ്തുതകൾ പരിശോധിച്ച് വേണം പോലീസ് കേസെടുക്കാൻ. പക്ഷേ അതിൻ്റെ വസ്തുതകളോ പ്രാഥമികമായ ഒരു അന്വേഷണമോ പോലും നടത്താതെ സർക്കാരിൽ നിന്ന് ലഭിച്ച പരാതി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കന്റോൺമെന്റ് SHO ആ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നത് നമുക്ക് അറിവുള്ള വസ്തുതയാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു നിലനിൽക്കുന്ന കേസല്ല എന്ന് ഹൈക്കോടതി ഇത്തരം ചോദ്യങ്ങളിലൂടെ തന്നെ ആ നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് വ്യക്തമാക്കുകയും ചെയ്യും. സുജയ പാർവതി ചോദിച്ച ചോദ്യമാണ് പിന്നീട് ഇതിനിപ്പുറത്തേക്ക് പ്രസക്തമാകുന്നത്. കാരണം എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരം ഒരു പരാതിയുമായി വരുന്നത്? എന്തിനാണ് സർക്കാരിന് ഇത്ര തിടുക്കം? അല്ലെങ്കിൽ സർക്കാരിന് ഇതിൽ പരാതി എന്തിനാ? ആർക്കുമില്ലാത്ത പരാതി കോടതി ചോദിക്കുന്ന ആ ചോദ്യം പ്രസക്തമാകുന്നത്. ആർക്കുമില്ലാത്ത പരാതി സർക്കാരിന് എന്തിന് എന്നത്, സർക്കാരിന് ഇതിന് പിന്നിൽ എന്ത് ഉദ്ദേശമാണ് എന്നതാണ്. അതായത് ശിശുവികസന വകുപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ ഡയറക്ടർക്ക് ഇക്കാര്യത്തിൽ എന്തുദ്ദേശമാണുള്ളത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ ചോദ്യവും. ആ ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. നിലനിൽക്കില്ലല്ലോ എന്ന കോടതിയുടെ ചോദ്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്ന ഒരു കുറ്റകൃത്യമാണോ എന്ന് നോക്കിയിട്ട് വേണ്ടേ വകുപ്പുകൾ ചാർജ് ചെയ്യാൻ, കേസെടുക്കാൻ എന്നത് പോലീസിന് നേരെ, ആഭ്യന്തര വകുപ്പിന് നേരെ, സർക്കാരിന് നേരെ ഉയരുന്ന ചോദ്യമായി മാറുകയല്ലേ? അതിനവർ വിശദീകരണം നൽകേണ്ടി വരില്ലേ? സ്വാഭാവികമായും വിശദീകരണം നൽകണം. വെള്ളിയാഴ്ചയാണ് ഈ ഹർജി മുൻകൂർ ജാമ്യാപേക്ഷ ഇനി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. അപ്പോൾ സർക്കാർ, കന്റോൺമെന്റ് പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി ഹൈക്കോടതിയിൽ നൽകേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ്. അവർ വിശദീകരിക്കേണ്ടി വരും.
എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് മാധ്യമപ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്തു എന്നതിൽ കോടതിയുടെ മുൻപാകെ സർക്കാർ എണ്ണി മറുപടി പറയേണ്ടി വരും, വിശദീകരിക്കേണ്ടി വരും എന്നത് വസ്തുതയാണ്. അതിന് വെള്ളിയാഴ്ച വരെ അതിന് മറുപടി കണ്ടെത്താൻ സർക്കാരിന് സമയമുണ്ട്. അതിനിടയ്ക്ക് അവർക്ക് മറുപടി കണ്ടെത്തുകയും അത് ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യാം. കാരണം മറുഭാഗം കേൾക്കാതെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കാനാവില്ല. ആ കാര്യമാണ് ഹൈക്കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പോലീസിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ആ വിശദീകരണത്തിനുള്ള മറുപടി പോലീസ് എങ്ങനെയാണ് നൽകുന്നത്, എന്ത് മറുപടിയാണ് പോലീസ് നൽകുന്നതെന്നാണ് കോടതി അടുത്തതായി പരിശോധിക്കാനിരിക്കുക. അത്തരം കാര്യം കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ മറുപടിയെ കോടതി എങ്ങനെ കാണുന്നു എന്നതും ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. അതിന് വെള്ളിയാഴ്ച വരെ മാത്രം കാത്തിരുന്നാൽ മതിയാകും. ഇത് മുൻകൂർ ജാമ്യാപേക്ഷയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അപ്പുറം നിരവധിയായ നടപടിക്രമങ്ങൾ, നിയമ നടപടികൾ ഇനിയും ബാക്കിയുണ്ട്. ആ രീതിയിൽ തന്നെ ഇത്തരമൊരു കേസിനെ നിയമപരമായി തന്നെ നേരിടാനാണ് റിപ്പോർട്ടർ TV തീരുമാനിച്ചതും. ആ രീതിയിലാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ, ഈ സംസ്ഥാനത്തെ പരമോന്നതമായ കോടതിയെ റിപ്പോർട്ടർ TV സമീപിക്കുകയും ചെയ്യുന്നത്. ആ കേസിലാണ് ആ ഹർജി ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്ന ദിവസം തന്നെ കോടതി മാധ്യമപ്രവർത്തനായ റിപ്പോർട്ടർ TVയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ അരുൺകുമാറിനും റിപ്പോർട്ടറായ ഷഹബാസിനും മുൻകൂർ ജാമ്യം നൽകുന്നത് എന്നതാണ്. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുമ്പോൾ തന്നെ മുൻകൂർ ജാമ്യം നൽകുന്നുവെന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി തന്നെ സുജയ പാർവതി നമുക്ക് പരിഗണിക്കേണ്ടി വരും.